ഇടുക്കി കട്ടപ്പനയിലെ ഇരട്ടക്കൊലപാതക കേസിൽ ദുരൂഹതകൾ ഏറുകയാണ്. പ്രതി വിഷ്ണുവിന്റെ അമ്മയും സഹോദരിയും വർഷങ്ങളായി വീടിനുള്ളിൽ ഉണ്ടെന്ന വിവരം പുറംലോകം അറിയുന്നത് ഈയിടയ്ക്ക്. കൊലപാതകങ്ങൾക്ക് ദുർമന്ത്രവാദവുമായി ബന്ധമുണ്ടോ എന്നും അന്വേഷണ പരിധിയിലുണ്ട്. തെളിവെടുപ്പിലൂടെ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താനാകുമെന്ന പ്രതീക്ഷയിലാണ് അന്വേഷണ സംഘം ഇപ്പോഴുള്ളത്. ഒരു കുറ്റാന്വേഷണ സിനിമാ കഥയെ വെല്ലുന്ന കൊലപാതക പരമ്പരയുടെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് കഴിഞ്ഞ ദിവസം കട്ടപ്പന കക്കാട്ടുകടയിൽ നിന്ന് പുറത്തു വന്നത്. കുറ്റകൃത്യങ്ങളുടെ കഥ തുടങ്ങുന്നത് 2016-ലാണ്. ദുർമന്ത്രവാദവും പൂജയും വശമുള്ള നിതീഷ് തൻ്റെ സുഹൃത്തായ വിഷ്ണുവിൻ്റെ സഹോദരിയുടെ 4 മാസം മാത്രം പ്രായമുള്ള കുട്ടിയെ ക്രൂരമായി കൊലപ്പെടുത്തുന്നു, ഗന്ധർവന് ബലി കൊടുക്കാനെന്ന പേരിൽ. കുട്ടിയെ കൊന്ന വിവരം പുറംലോകം അറിയാത്തതിനാൽ ദുർമന്ത്രവാദവും മോഷണവുമൊക്കെ വിഷ്ണുവും നിതീഷും വീണ്ടും തുടർന്നു. കട്ടപ്പന സാഗര ജംഗ്ഷനിലെ താമസം അവസാനിപ്പിച്ച് വിഷ്ണുവും കുടുംബവും ഒപ്പം നിതീഷും കക്കാട്ടുകടയിലെ വാടക വീട്ടിലേക്ക് താമസം മാറിയത് കഴിഞ്ഞ ഓഗസ്റ്റ് മാസത്തിൽ. പുതിയ വാടക വീട്ടിൽ വിഷ്ണുവിനെയും നിതീഷിനെയും കൂടാതെ മറ്റാരെയും അയൽവാസികൾക്ക് പോലും പരിചയമില്ലായിരുന്നു. ഈ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്ന അമ്മയെയും സഹോദരിയെയും മുറിയിൽ പൂട്ടിയിട്ട നിലയിലായിരുന്നു മാസങ്ങളായി. അപ്പോൾ ഇങ്ങനെ ഇവിടെ വരുമ്പം ചോദിക്കും ഫാമിലിക്ക് എങ്ങനെയാണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അമ്മയും പെങ്ങളൊക്കെ ഉണ്ട്, അവരിവിടെ ഇല്ല, പൂനെയിൽ നിന്ന് ഭയങ്കര ജോലിയാണ്, പെങ്ങളുടെ ഒപ്പമാണ് അമ്മയും. ഇവരെക്കുറിച്ച് കൂടുതലായിട്ട് വിവരങ്ങളൊന്നും അറിയത്തില്ല. ഒരു വാടകക്കാർ അവിടെ ഉണ്ടെന്ന് മാത്രമേ അറിയത്തുള്ളൂ. പിന്നെ ആൾക്കാരൊക്കെ പറഞ്ഞുള്ള ഒരു അറിവേ ഉള്ളായിരുന്നു. ഈ വീട്ടിൽ വെച്ചാണ് പിതാവായ വിജയനെയും വിഷ്ണുവും നിതീഷും ചേർന്ന് 5 മാസം മുമ്പ് ക്രൂരമായി കൊലപ്പെടുത്തി കോൺക്രീറ്റ് തറ പൊളിച്ച് കുഴിച്ചു മൂടിയത്. യാതൊരു മടിയുമില്ലാതെ വീണ്ടും മോഷണങ്ങൾ തുടർന്ന വിഷ്ണുവും നിതീഷും മാർച്ച് 2-ന് ഒരു വർക്ക്ഷോപ്പിൽ മോഷണം നടത്തുന്നതിനിടയിൽ പോലീസിന്റെ പിടിയിലായി. ഇരുവരെയും പോലീസ് വിശദമായി ചോദ്യം ചെയ്തതോടെയാണ് ദുർമന്ത്രവാദത്തിൻ്റെയും കൊലപാതകത്തിൻ്റെയും മോഷണ പരമ്പരകളുടെയും ഞെട്ടിക്കുന്ന സത്യങ്ങൾ പുറംലോകം അറിയുന്നത്. പ്രതികളിൽ ഒരാളായ വിഷ്ണു നിലവിൽ കാലിന് പരിക്കേറ്റ് കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. നിതീഷാകട്ടെ പീരിമേട് സബ് ജയിലിലും. ഇരു പ്രതികളെയും കസ്റ്റഡിയിൽ വാങ്ങി വിപുലമായ അന്വേഷണത്തിന് തയ്യാറെടുക്കുകയാണ് പോലീസ്. ഇലന്തൂർ നരബലിയുടെ നടുക്കുന്ന ഓർമ്മകൾ കേരളം ഇനിയും മറന്നിട്ടില്ല. ഇപ്പോഴിതാ വീണ്ടും ഒരു ദുർമന്ത്രവാദ കൊല. വരും മണിക്കൂറുകളിൽ ഈ കൊലയുടെ ചുരുളുകൾ അഴിയുമെന്ന് തന്നെയാണ് പോലീസ് വ്യക്തമാക്കുന്നത്. കട്ടപ്പനയിൽ നിന്നും നന്ദുഷായസ്, മാതൃഭൂമി ന്യൂസ്, കുമളി. ഈ സംഭവത്തിൽ കേരളത്തിൽ ഇനിയും ഒരുപാട് ചലനങ്ങൾ ഉണ്ടാക്കിയേക്കാവുന്ന ഒരു കേസായി ഇത് മാറുകയാണ്. കാരണം നമ്മളെ ഒക്കെ ഞെട്ടിപ്പിക്കുന്നത് ദുർമന്ത്രവാദം എന്ന പേരിലാണ് 2 കൊലപാതകം നടത്തിയതെങ്കിൽ തീർച്ചയായും അത് ഒരുപാട് ചോദ്യങ്ങളിലേക്കും പ്രതികളുടെ പശ്ചാത്തലത്തിലേക്കും ഒക്കെ പോകേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ നാട്ടുകാരുടെ പ്രതികരണം വളരെ പ്രധാനപ്പെട്ടതാണ്. രമാ മനോഹരൻ പഞ്ചായത്ത് അംഗം നമ്മോടൊപ്പം തത്സമയം ചേരുന്നുണ്ട്. രമാ മനോഹരൻ, കേൾക്കാമോ താങ്കൾക്ക്? കേൾക്കാം സാർ. ഈ പ്രതികളെ കുറിച്ച്, ഈ നിതീഷ്, വിഷ്ണു, ഇവരൊക്കെ നാട്ടിൽ ഇത്രയും നാളും താമസിച്ച വിവരങ്ങളോ ഈ കൊലപാതകത്തെക്കുറിച്ചോ ഒന്നും നാട്ടുകാർക്ക് അറിഞ്ഞിരുന്നില്ല നാട്ടുകാർ എന്നുള്ളതാണ് ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവം. നിങ്ങൾക്കൊക്കെ തോന്നിയിട്ടുള്ള ദുരൂഹതകൾ ഇവരെക്കുറിച്ച് എന്തായിരുന്നു? പോലീസിനി കൃത്യമായിട്ടും ആ വീടൊക്കെ പൊളിച്ച് തറ പൊളിച്ചൊക്കെ പരിശോധിക്കണം. ഈ ഗൃഹനാഥൻ്റെ തിരോധാനവുമായി ബന്ധപ്പെട്ട്, മരണവുമായി ബന്ധപ്പെട്ടൊക്കെ നിങ്ങൾക്കുള്ള സംശയങ്ങളൊക്കെ എന്താണ്? സംശയം എന്ന് പറഞ്ഞാൽ എനിക്ക് മിനിഞ്ഞാന്ന് വൈകിട്ടാ ഇതിൻ്റെ ഓണർ എന്നാണ് എന്നോട് ഈ കാര്യങ്ങളൊക്കെ വിളിച്ച് പറഞ്ഞത്. അപ്പോൾ ഇവർ താമസക്കാരിങ്ങനെ ഒരാൾ വാടകയ്ക്ക് വരുന്നുണ്ടെന്ന് മാത്രം ഒരു 8 മാസത്തിന് മുന്നേ സോളി പറഞ്ഞിരുന്നു. അത്തരം കാര്യങ്ങളെ എനിക്ക് അറിയുള്ളായിരുന്നു. ഈ വഴി കടന്നു പോകുമ്പോൾ ഇതുവരെ അങ്ങനെ ഒരു വീട്ടുകാരെക്കുറിച്ച് അറിഞ്ഞിട്ടുമില്ല. നമ്മൾ അവിടെ കയറി ഒരു പ്രാവശ്യം ഞാൻ കയറി ചെന്നായിരുന്നു. ചെന്ന സമയത്തൊന്നും ഇവരെ കാണാൻ സാധിച്ചിട്ടില്ല. ഇവരെക്കുറിച്ച് എന്താണ് ഈ പിന്നീട് അറിഞ്ഞ കാര്യങ്ങൾ ഞെട്ടിപ്പിക്കുന്നതായിരുന്നു? ഈ ദുർമന്ത്രവാദത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. കാരണം അവിടുത്തെ ആ വീടിൻ്റെ ഒരു അന്തരീക്ഷം, പിന്നീട് ഇവരുടെ പെരുമാറ്റം നാട്ടിലേക്കൊക്കെ എങ്ങനെയായിരുന്നു? ഒരു ദുർമന്ത്രവാദത്തിലേക്കൊക്കെയുള്ള, കാരണം പൂജാരിയുടെ പശ്ചാത്തലം എന്നൊക്കെ പറയുന്നു ഈ നിതീഷിന്. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ സാധ്യത എന്തിനൊക്കെ ആയിരിക്കാം? അതേക്കുറിച്ച് എനിക്ക് കൂടുതലായിട്ട് അറിയത്തില്ല സാറേ. നാട്ടുകാർക്കാണേലും ഇവരെക്കുറിച്ച് ഒന്നും അറിയത്തില്ല. ഇങ്ങനെ ഒരു താമസക്കാരുണ്ടെന്ന് തൊട്ടടുത്തൊരു വീട്ടിൽ നിന്ന് വെള്ളം എടുക്കുന്നുണ്ടായിരുന്നു. ആ വെള്ളം എടുക്കുന്നുണ്ട് മാത്രം ഈ ഒരാളെ മാത്രം അവർ കണ്ടിട്ടുള്ളതെന്നാണ് പറയുന്നത്. പോലീസ് നിങ്ങളുടെ അടുത്തൊക്കെ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞപ്പോൾ എന്താണ് അന്വേഷണത്തെക്കുറിച്ച് താങ്കൾ മനസ്സിലാക്കിയത്? ജനപ്രതിനിധി എന്ന നിലയിൽ പോലീസ് കാരണം 2 പ്രതികളെ ഇനി കസ്റ്റഡിയിൽ വാങ്ങണം. കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്ത് വിശദമായി ചോദ്യം ചെയ്താൽ മാത്രമേ കാര്യങ്ങൾ അറിയുകയുള്ളൂ. അപ്പോൾ ജനപ്രതിനിധി എന്നുള്ള നിലയിൽ പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ എന്താണ്? പോലീസിൽ നിന്ന് അറിഞ്ഞ വിവരങ്ങളെന്ന് പറഞ്ഞാൽ ഞാൻ ഇന്നലെ CA വിളിച്ചായിരുന്നു. അപ്പോൾ സാറ് പറഞ്ഞ കൂടുതൽ വിവരങ്ങളൊന്നും അറിയാറായിട്ടില്ല. അതിനുശേഷം സംസാരിക്കാമെന്നാണ് പറഞ്ഞത്.
എന്തൊക്കെയാണ് അവർ സംശയിക്കുന്നത്? അവർ സംശയമായിട്ട് ഇപ്പോൾ അങ്ങനൊന്നും എന്നോട് സംസാരിച്ചിട്ടില്ല. പഞ്ചായത്ത് അംഗം എന്ന നിലയിൽ രമയ്ക്കുള്ള തോന്നലുകൾ എന്താണ്? ഇതിൻ്റെ ഓണർ എന്നെ വിളിച്ച് പറഞ്ഞപ്പോഴാണ് ഞാൻ ഈ കാര്യം പറയുന്നത്. മിനിഞ്ഞാന്ന് വൈകിട്ട് അപ്പോൾ ഞാൻ ഇന്നലെ രാവിലെ ഇവിടെ വന്നു, 7 മണിയായപ്പോൾ ഇവിടെ വന്നായിരുന്നു. വന്ന് അന്വേഷിച്ചപ്പം ഇവിടെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന 2 പോലീസുകാരുണ്ടായിരുന്നു. അവരും കൂടുതലായിട്ടൊന്നും എന്നോട് സംസാരിച്ചില്ല. അപ്പോൾ കാര്യങ്ങളൊന്നും അവർക്ക് അറിയത്തില്ലെന്നുള്ളതാണ് എന്നോട് പറഞ്ഞത്. എത്ര നാൾ മുമ്പാണ് ഇവർ താമസമാക്കുന്നത്? അവിടെ പൂജ നടക്കുന്നു, വീട് തുറന്നപ്പോൾ പൂജ നടന്നതിൻ്റെതായിട്ടുള്ള തെളിവുകളൊക്കെ കിട്ടിയിട്ടുണ്ട്. പൂജ നടന്നതിനെ കുറിച്ച് നാട്ടുകാർക്ക് എന്തെങ്കിലും അങ്ങനെ അറിയാമോ? ഇവരുടെ സാന്നിധ്യമോ പൂജയ്ക്കായിട്ടപ്പോ എന്തായാലും വീട്ടിലേക്കൊക്കെ എത്തണമെങ്കിലും ഇല്ല, ആർക്കും അറിയില്ല. തൊട്ടടുത്തുള്ള വീട്ടുകാർ പോലും ആദ്യമായിട്ടാണ് ഇന്നലെ ആ വീട്ടിൽ കയറുന്നത്. ഈ 2 പ്രതികൾ മോഷണ കേസിലാണ് പിടിയിലായിരിക്കുന്നത്. അതാണ് വഴിത്തിരിവാകുകയും ചെയ്തിരിക്കുന്നത്. അപ്പോൾ പ്രതികളെക്കുറിച്ച് മറ്റെന്തെങ്കിലും കാര്യങ്ങൾ അറിയാൻ കഴിയുന്നുണ്ടോ? അപ്പോൾ ആ നാട്ടിൽ, കാരണം ഈ കൊലപാതകത്തിൻ്റെ പശ്ചാത്തലം തേടിക്കഴിഞ്ഞാൽ മറ്റെന്തെങ്കിലും കൊലപാതകങ്ങൾ ഇനി ഉണ്ടായിട്ടുണ്ടോ? കാരണം ആഭിചാരക്രിയയാണെങ്കിൽ, കാരണം ഗന്ധർവന് വേണ്ടി ബലി കൊടുക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ നമ്മളെ ഞെട്ടിപ്പിക്കുന്നതാണ്. അപ്പോൾ ഇവർ പശ്ചാത്തലമൊക്കെ അറിയണം. അതിലേക്കൊക്കെ വഴിവെക്കുന്ന രീതിയിൽ നാട്ടുകാർ കൂടി പറഞ്ഞു കൊടുക്കാൻ കഴിയുന്ന മറ്റെന്തെങ്കിലും വിവരങ്ങളുണ്ടോ? അങ്ങനെ ഇതുവരെ ഒരു കാര്യങ്ങളെക്കുറിച്ച് ആരും സംസാരിക്കുന്നില്ല സാർ. ശരി, തീർച്ചയായും വളരെ നന്ദി ശ്രീ രമ മനോഹരൻ. അവിടുത്തെ പഞ്ചായത്ത് അംഗമാണ്. എന്തായാലും കുറച്ച് കാര്യങ്ങൾ അവർക്ക് ഡീറ്റെയിൽസ് കുറച്ചേ ഉള്ളൂ എങ്കിൽ കൂടിയും നേരത്തെ റിപ്പോർട്ടിൽ പറഞ്ഞതുപോലെ തന്നെ കേരളത്തെ ഞെട്ടിക്കുന്ന ഒരു സംഭവമായി ഇത് വരും ദിവസങ്ങളിൽ മാറും എന്നുള്ളതാണ്. അങ്ങനെ പോലീസ് ഇപ്പോൾ നടപടികളിലേക്കൊക്കെ പോയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്.